പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന ജാതി മത സഭാ സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. മദ്യത്തിൻ്റെ പുറകെ, മയക്കുമരുന്നിൻ്റെ പുറകെ ഓടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം ആയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒരിക്കൽ ശ്രീ നാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞു: മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുതെന്ന് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ എഴുതുവാൻ ഇടയായി. എന്നാൽ ഇന്ന് ക്രിസ്തുമസും ന്യൂ ഇയറും എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ, എത്ര കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിക്കുന്നത്. കാരണം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ പോലും ഇതിനെ വളരെ കൂടുതലായി കുടിച്ച് മറിയുന്ന ഒരനുഭവങ്ങൾ കാണുകയാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനേക പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതും എനിക്ക് ദൈവവചന ചിന്തയിൽ കൂടെ തന്നതുമായ ചില കാര്യങ്ങളാണ് ഞാനിന്നൊരു മെസ്സേജായിട്ടല്ല, ഇത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ അത് ഏറ്റവും ഉചിതമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ തുടങ്ങുകയാണ്. ഞാൻ കുറച്ച് നോട്ട് എഴുതി വെച്ചാണ് പറയുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു: വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്, ഒടുക്കം അത് സർപ്പം പോലെ നിന്നെ കടിക്കുമെന്ന് സദൃശവാക്യത്തിൽ പറയുന്നു. ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും ഒരു മണിക്കൂർ കൊണ്ടൊന്നും തീരുമോ തോന്നില്ലെങ്കിലും ഓടിച്ച് ചില കാര്യങ്ങൾ പറയുവാനായി, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുവാനായി താല്പര്യപ്പെടുക. പലരും പറഞ്ഞ് വിളിച്ച് പക്ഷേ ഒരു സ്വസ്ഥതയും ഭവനത്തിനകത്ത് കിട്ടുന്നില്ല. അപ്പോൾ കുടിക്കാത്തവർക്ക് കിട്ടുമോ? അതുമില്ല. ഇനി അങ്ങോട്ട് സ്വസ്ഥത കിട്ടൂല. ഇനി ഇതിൻ്റെയൊക്കെ പുറകെ ഓടുന്ന സമയങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഒരിക്കൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു: മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുക. അപ്പോൾ ഞാനെൻ്റെ ചിന്താ വിഷയത്തിലേക്ക് വരാം. ഈ ക്രൈസ്തവ സഭകളെ മാർജിൻ ഫ്രീ ഷോപ്പ് സംസ്കാരം കീഴടക്കിയിരിക്കുകയാണ്. പാപത്തിന് പുതിയ നിർവചനം കണ്ടെത്തിയിരിക്കുന്ന സഭാ നേതാക്കന്മാരും വിശ്വാസികളും അതിന് ഡിസ്കൗണ്ട് അനുവദിച്ച് ബലഹീനത എന്ന അപരനാമത്തിൽ ഘോഷിക്കുന്നു. അക്കൂട്ടത്തിൽ മദ്യപാനവും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമല്ല എന്ന് ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്തിന് പറയണ്ടു, വേർപെട്ട സഭകളിലെ വിശ്വാസികൾ പോലും മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയി കുടുംബജീവിതത്തെയും സമൂഹത്തെയും താറുമാറാക്കി മുന്നേറുന്നു. ഒരു പുസ്തകത്തിൽ വായിച്ചത് 1 കിലോ മരച്ചീനിക്ക് ഇപ്പോൾ 10 രൂപ. അന്നത്തെ കാലത്ത് ഇപ്പോൾ 1 കിലോ മരച്ചീനിക്ക് 50 രൂപ വിലയാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ചിൽ നിന്നും ഉളവാക്കുന്ന ഈതയിൽ ആൽക്കഹോളിൻ്റെ ഇന്നത്തെ വില 2000 രൂപയിലധികമാണ്. ഇത് പാവങ്ങളെ കുടിപ്പിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൻ്റെ കനം കൂട്ടുന്നു. അതുകൊണ്ട്
ജനാധിപത്യ ഗവൺമെൻറ്റുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ കേരളം ഇന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു മദ്യ ഷാപ്പായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാനതിൽ ഓടിച്ചു പോവുകയാണ്. മദ്യപാന മനുഷ്യ സമൂഹത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ക്യാൻസറായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യപാനത്തിനെതിരായുള്ള മുന്നറിയിപ്പുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യനിലുള്ള വിവേചന ശക്തിയെ കൂട്ടാക്കാതെ, ദൈവിക പ്രമാണങ്ങൾക്ക് വില കൽപ്പിക്കാതെ മദ്യപാനത്തിനായുള്ള മനുഷ്യൻ്റെ നെട്ടോട്ട് അവനെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേക സൂത്രങ്ങളെ കണ്ടുവരുന്നു. സഭാപ്രസംഗി 7:29. ദൈവം നമുക്ക് നല്ല തെങ്ങും പനയും ഒക്കെ നമ്മുടെ അനുഗ്രഹത്തിനായി തന്നപ്പോൾ അത് നേരായ രീതിയിൽ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട മനുഷ്യൻ അത് ചെയ്യാതെ അതിൽ കൂടെ ദോഷവശങ്ങളെ കണ്ടുപിടിക്കുകയും അതിൽ രസിക്കുകയും ചെയ്യുന്നത് എത്രയോ ശോചനീയമാണ്. ദൈവം തെങ്ങ് നൽകിയപ്പോൾ അതിൽ കൂടെ നല്ല തേങ്ങ, കരിക്ക്, എണ്ണ, ഓല, തെങ്ങിൻ്റെ തടി, തണല്, പ്രകൃതി, സൗന്ദര്യം ഇതെല്ലാം തന്നു. എന്നാൽ തേങ്ങ ഉണ്ടാകേണ്ട കുല അതിൻ്റെ കുരുന്ന് പ്രായത്തിൽ തന്നെ മുറിച്ചു കളഞ്ഞ് അതിനെ ദിനംതോറും അതിനെ അടിച്ച് അതിൽ കൂടെ മദ്യം എടുക്കുകയും ആ മദ്യം ആ രീതിയിൽ തന്നെ കൊടുക്കാതെ അതിനകത്ത് വീര്യം വർദ്ധിപ്പിക്കുവാൻ ബാറ്ററിയും അട്ടയും മറ്റും ഇട്ട് ലഹരി പിടിപ്പിച്ച് കുടിക്കുന്ന മനുഷ്യൻ്റെ സൂത്രങ്ങൾ എത്രയോ അത്ഭുതം തന്നെ. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കുറേ നാൾ കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയും പഠിച്ചും ഇത് ഇടണോ വേണ്ടയോ, കാരണം എഴുതി കഴിഞ്ഞാൽ എനിക്ക് വല്ലത് കിട്ടും. അതുകൊണ്ടാണ്. കാരണം പൊതുവെ ചിത്തവള്ളിയുടെ പൂരം നടക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ഇതൊന്നും പ്രശ്നമല്ല. എന്നാലും ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ. ആർക്കും വായിക്കാനോ എടുക്കാനോ സമയമില്ല. ഒരിക്കൽ ഏതോ പേപ്പറിൽ വായിച്ച് കേട്ട വാർത്ത എന്നെ ഞെട്ടിക്കുകയുണ്ടായി. ഒരു മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടതിനായി മൃതശരീരങ്ങൾ സ്പിരിറ്റിൽ അനേക വർഷങ്ങളായി സൂക്ഷിച്ചു വച്ചിരുന്നു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മൃതശരീരം കിടന്ന പഴയ സ്പിരിറ്റ് ശുദ്ധീകരിക്കേണ്ടതിനായി കൊണ്ടുപോകുന്ന വഴിയിൽ ചിലർ അതിൽ നിന്ന് മോഷ്ടിച്ച് ഊറ്റിയെടുത്ത് കുടിക്കുകയുണ്ടായി. ബൈബിളിൽ എന്തു പറയുന്നു? സങ്കീർത്തനം 49:20. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഒരിക്കലൊരു ദൈവദാസൻ ഇങ്ങനെ എഴുതിയ ഒരു പേപ്പറിൽ നിന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കി. ഇതിനെക്കുറിച്ചൊന്ന് എഴുതിയെടുക്കാൻ വേണ്ടിയായിരുന്നു. അതിനെക്കുറിച്ച് ഞാനിങ്ങനെ വായിച്ചു. ഈ കുട്ടനാടൻ പ്രദേശത്തിൽ കൂടെ പോകുമ്പോൾ അവിടെ വയലുകളും വരമ്പുകളും ഒക്കെ ഉണ്ട്. ഒരിക്കൽ ഒരുത്തൻ ഷാപ്പിൽ കയറി നല്ലതുപോലെ മദ്യപിച്ചു. ആ മദ്യത്തിന് ചിലപ്പോൾ കൊട്ടുപടിയെന്നും ചിലർ വിളിക്കാറുണ്ട്. അല്പം പോലും സുബോധം ഇല്ലാത്തവനായി നാട്ടുകാരെ മുഴുവൻ ചീത്ത പറഞ്ഞു പോകുന്ന വഴിയിൽ ഒരു ചായക്കടയിൽ കയറി കുറച്ച് ഉഴുന്നുവടയും വാങ്ങി വഴിനീളെ തിന്നുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന യാത്രയിൽ പാടത്തിൻ്റെ വരമ്പത്തുള്ള മട ചാടിക്കടക്കണമായിരുന്നു. മടയെന്ന് പറഞ്ഞാൽ വരമ്പ് ചാടിക്കിടക്കണമായിരുന്നു. അങ്ങനെ വരമ്പ് ചാടിക്കിടക്കുമ്പോൾ താൻ തിന്നുകൊണ്ടിരുന്ന ഉഴുന്നുവട താഴെ പോയി. വട എടുക്കേണ്ടതിനായി ഇരുട്ടത്ത് തപ്പിയപ്പോൾ വടയ്ക്ക് പകരം കിട്ടിയത് മാക്രിയാണ്. കുട്ടമാക്രി എന്ന് പറയും, ചൊറിയെ പിടിച്ച മാക്രി. കയ്യിൽ കിട്ടിയത് പുറത്തു ചൊറിയുള്ള തവള. ഉഴുന്നുവടയ്ക്ക് മയമുണ്ട്. ഈ മാക്രിയെ പിടിച്ചാലും മയമുണ്ട്. മാക്രിയെ കടിച്ചു വലിച്ചപ്പോൾ മാക്രി കരഞ്ഞു.
ഉടനെ അയാൾ പറയുകയാണ്, കാശ് കൊടുത്തതാടോ, അതുകൊണ്ട് നിന്നെ വിടത്തില്ല എന്ന് തവളയോട് കാശ് കൊടുത്തതാടാ, നിന്നെ വിടത്തില്ല എന്ന് തവളയുടെ കുടലെല്ലാം കൂടി പുറത്തു വന്നപ്പോൾ താൻ പറയുകയാണ്, കടക്കാരൻ എന്നെ കബളിപ്പിച്ചല്ലോ. പഴയ വളിച്ച ഉഴുന്നുവടയോ വടയാ, നോക്കിക്കേ നൂല് പോലെ വരുന്നല്ലോ. മനുഷ്യന് സുബോധം നഷ്ടപ്പെട്ടാൽ എന്ത് പറയാനാണ്? വരമ്പ് ചാടി ഉഴുന്നുവട വയലിൽ പോയി കുനിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ചൊറിയ മാക്രിയെ കിട്ടി. അതിനടുത്ത് കടിച്ചു കഴിഞ്ഞപ്പോൾ അത് കരഞ്ഞപ്പോൾ പറയുന്നത്, നീ അളയ്ക്കൊന്നും വേണ്ട, ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. നൂല് വെളിയിൽ അതിൻ്റെ കുടൽ വെളിയിൽ ചാടിയപ്പോൾ പറയുക, കടക്കാരൻ ഇത് വളിച്ച ഉഴുന്നുവടയാണ്. ഇതാണ് കുടിയന്മാരുടെ ലക്ഷണം. എല്ലാ കുടിയന്മാരെയും ഞാൻ പറയുന്നില്ല. പണ്ടൊരാൾ പറഞ്ഞതുപോലെ, ചിലരെ കള്ളു കുടിക്കും, ചിലർ കള്ളു കുടിക്കുമെന്ന്. കള്ളു കുടിച്ചാൽ അവൻ വീട്ടിൽ പോകും. കള്ള് അമ്മാരെ കുടിച്ചു കഴിഞ്ഞാൽ അമ്മാര് പോസ്റ്റ് തൂണിലും ഇതിലൊക്കെ പിടിച്ച് കിടക്കും. ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ വിഷയത്തിലേക്ക് വരിക. ഓരോ വർഷവും കഴിയുന്തോറും ആഗോള വ്യാപനം മദ്യപാനികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ മദ്യപാനികളായ മലയാളികളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ആശങ്കാജനകമാണ്. മദ്യപാനത്താൽ നമ്മുടെ മലയാളി കുടുംബങ്ങൾ പലതും തകർന്നുകൊണ്ടിരിക്കുന്നതും കാണുന്ന ദുഃഖകരമാണ്. ഒരിക്കലൊരു ദൈവദാസൻ അദ്ദേഹം ന്യൂയോർക്കിൽ പോയപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ഒരു ക്രിസ്തീയ വിശ്വാസിയായ മദ്യപാനിയോട്, നീ എന്തിനാടാ ഇങ്ങനെ മദ്യപിക്കുന്നത്? ദൈവം നിന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ഇതിനാണോ എന്ന് ചോദിച്ചു. ഉടനെ ആ മദ്യപാനി പ്രതികരിച്ചത് ഇപ്രകാരമാണ്, തീർച്ചയായും ദൈവം തന്നെയാണ് എന്നെ അമേരിക്കയിൽ കൊണ്ടുവന്നത്. നാട്ടിൽ നിന്നിരുന്നെങ്കിൽ ഇത്രയും നല്ല മദ്യം കിട്ടുമായിരുന്നോ? ദൈവം ഒരുക്കി തന്ന വഴിയല്ലയോ ഇതെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ പണ്ട് വളരെ ഒത്തിരി കാര്യങ്ങൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹം മറുപടി വരികയാണ്, നിങ്ങളിങ്ങനെ കുടിക്കരുത്, ഇത് നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. അയാൾ പറഞ്ഞു, ഞാൻ ഇനിയും കുടിക്കും, കാരണം ഈ കിട്ടിയ അവസരം ഞാൻ പാഴാക്കുകയാണെന്ന്. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, മദ്യപാനത്തിൻ്റെ ദോഷവശങ്ങളെ ജനത്തിന് ബോധ്യമാക്കി കൊടുക്കേണ്ടതിനായി ഒരു വലിയ സെമിനാർ സംഘടിപ്പിച്ച് അതിൽ പലരും മദ്യപാനത്തിൻ്റെ ദോഷവശങ്ങളെ വളരെ നന്നായി അവതരിപ്പിച്ചു. ആ കൂട്ടത്തിൽ മദ്യപാനത്താൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന വൈകല്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതിനായി ചില പരീക്ഷണങ്ങൾ കാണിക്കുകയുണ്ടായി. ഗ്ലാസ്സിൽ ചാരായവും ഒരു ഗ്ലാസ്സിൽ ചാരായവും മറ്റൊരു ഗ്ലാസ്സിൽ വെറും വെള്ളവും കൊണ്ടുവന്നു. തുടർന്ന് 2 മണ്ണിരകളെ കൊണ്ടുവന്ന് ഒന്നിനെ വെള്ളത്തിലും മറ്റേതിനെ ചാരായത്തിലും ഇട്ടു. അല്പം കഴിഞ്ഞപ്പോൾ വെള്ളത്തിലെ മണ്ണിര ചലിക്കുവാൻ തുടങ്ങി. ചാരായത്തിലിട്ട മണ്ണിര നിമിഷനേരം കൊണ്ട് ചാവുകയും പിന്നീട് ചാരായത്തിൽ ലയിച്ച് കാണാതാവുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ചോദിച്ചു, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഉടനെ ഹോളിലുണ്ടായിരുന്ന ഒരു മദ്യപാനി എഴുന്നേറ്റിട്ട് പറയുകയാണ്, സാറ് ഈ പരീക്ഷണം കാണിച്ചപ്പോഴാണ് ചാരായത്തിൻ്റെ ഗുണം ഞാൻ മനസ്സിലാക്കിയത്. വയറ്റിലെ വിരകളെ നശിപ്പിക്കുവാൻ ചാരായത്തിന് കഴിയുമെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. വിരശല്യമുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ചാരായം കൊടുക്കുന്നത് വളരെ നല്ലതാണെന്ന് മദ്യപാനി പറയുകയുണ്ടായി. ബൈബിൾ പറയുന്നു,
സദൃശവാക്യം 27-22. പോഷനെ ഉരലിലിട്ട് ഉലക്ക കൊണ്ട് അവൽ പോലെ ഇടിച്ചാലും അവൻ്റെ പോഷത്വം വിട്ടുമാറുകയില്ല. സദൃശവാക്യം 27-22. നമ്മളൊക്കെ ചിലരൊക്കെ നേരം പോക്കിന് വേണ്ടി കൂട്ടുകാരുമായി തുടങ്ങിയ മദ്യപാനം ഇന്ന് നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വണ്ണം അവർ അതിനെ അടിമകളായി തീർന്നിരിക്കുന്നു. പലർക്കും ഇതിനെ നിർത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവരുടെ നിയന്ത്രണത്തിന് അപ്പുറം മദ്യപാനാസക്തി അവരെ കീഴടക്കിയിരിക്കുന്നു. പണ്ട് കേരളത്തിൽ ഉണ്ടായ വലിയ വെള്ളപ്പൊക്കത്തിൽ മലയോര സ്ഥലങ്ങളിലുള്ള പല വീടുകളും തകർന്ന് ഒലിച്ചുപോയി. മരങ്ങളും മറ്റും കടപുഴകി നദിയിൽ കൂടെ ഒഴുകി വന്നപ്പോൾ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഉള്ളവർ അത് വലിച്ച് അടുപ്പിച്ച് തങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി. ഇങ്ങനെ സാധനങ്ങൾ ഒഴുകി വന്ന കൂട്ടത്തിൽ ഒരു കരിമ്പടക്കെട്ട് പോലെ ഒരു സാധനം വെള്ളത്തിൽ കൂടെ ഒഴുകി വന്നു. ആരോ പറഞ്ഞു, ശബരിമലയ്ക്ക് പോയ അയ്യപ്പന്മാരുടെ കരിമ്പടക്കെട്ടാണ്. ഇത് കേട്ട മാത്രയിൽ ഒരുത്തൻ ആറ്റിൽ ചാടി നീന്തിച്ചെന്ന് അത് പിടിച്ച് ആറ്റിൽ വീണ ഒരു കറുത്ത കരടിയായിരുന്നു അത്. കരടി കൈകാലുകൾ കൊണ്ട് ഇവനെ കയറി പിടിച്ച് അവൻ നിലവിളിച്ചു, അയ്യോ എന്നെ കൊല്ലുന്നേ എന്ന് വിളിച്ചു. ഉടനെ കരയ്ക്ക് നിന്ന് നാട്ടുകാർ പറഞ്ഞു, എടാ നീ അത് വിട്ടിട്ടിങ്ങ് പോര്. ഉടനെ അവൻ്റെ മറുപടി, ഞാൻ വിട്ടിട്ടും അത് എന്നെ വിടുന്നില്ല. ഇതുപോലെ തന്നെയാണ് മദ്യപാനവും. അതുകൊണ്ട് പ്രിയ സഹോദരന്മാർ മാത്രമല്ല, സഹോദരിമാരും കുടിക്കുന്നത് എനിക്കറിയാം. സഹോദരിമാരെ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു, മദ്യത്തിന് അടിമകളായി തീർന്ന വലിയ മദ്യപാനികളോട് ചോദിച്ചാൽ അവർ പറയും, വെറുതെ ഒരു നേരം പോക്കിന് തുടങ്ങിയ ഈ ശീലം ഇന്ന് നിർത്തുവാൻ സാധിക്കാത്ത വിധത്തിൽ എത്തിച്ചേർന്നു എന്ന് ചെറിയ തുടക്കങ്ങളാണ് പിൽക്കാലത്ത് വലിയ സംഭവങ്ങളായി മാറുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സെൻട്രൽ ജയിലിൽ കിടക്കുന്ന പലരെയും ഇൻ്റർവ്യൂ നടത്തി അവരിൽ മിക്കപേരും പറയുന്നത്, നാം വിലയിരുത്തിയാൽ അവരുടെ കുറ്റവാസനയുടെ തുടക്കം ചെറിയ രീതിയിലായിരുന്നു. ഭവനത്തിലെ സ്നേഹമില്ലാത്ത അന്തരീക്ഷമാണ് പലരെയും ക്രിമിനലുകൾ ആക്കുന്നത്. അവർ പറയും, വീടിവലിയിൽ തുടങ്ങി പിന്നീട് ബിയർ കുടിയായി, മദ്യങ്ങൾ, കഞ്ചാവ് കൂട്ടുകെട്ട്, ധനസമ്പാദനത്തിനായി മോഷണം, പിടിച്ചുപറി, കവർച്ച, വ്യഭിചാരം, അടിപിടി, കൊലപാതകം, സെൻട്രൽ ജയിൽ, വധശിക്ഷ. ഈ രീതിയിൽ അവർ പടിപടിയായി ഉയർന്നു വന്നതാണ്. ഒരു ഡാം പെട്ടെന്ന് തകരുകയല്ല, അതിൻ്റെ ഭിത്തിയിൽ ഉണ്ടാകുന്ന ചെറിയ ദ്വാരങ്ങളിൽ കൂടിയുള്ള ചോർച്ചകളാണ് വലിയ വിള്ളലായി ഒടുവിൽ ഡാം തകരുകയും ചെയ്യുന്നത്. എന്നാൽ ചെറിയ ചോർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്തിരുന്നുവെങ്കിൽ ഡാം തകരത്തില്ലായിരുന്നു. പണ്ടൊരിക്കൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടി വിവാഹ ആലോചിച്ചു. ഒരു പയ്യൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ കയറി പയ്യൻ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിച്ച ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. അയലത്തുള്ള അയാൾ പറഞ്ഞു, ചെറുക്കൻ കുഴപ്പമില്ല, നല്ല ആരോഗ്യവും നല്ല വിദ്യാഭ്യാസവും ഉള്ളവനാണ്, വീട്ടുകാരും നല്ലവരാണ്, നല്ല കുടുംബക്കാരുമാണ്. എന്നാൽ ചെറുക്കൻ അല്പം ഉള്ളി തിന്നും എന്ന ഒരു കുറ്റമേ ഉള്ളൂ. ഉടനെ അന്വേഷിക്കാൻ ചെന്ന ആൾ പറഞ്ഞു, അത് സാരമില്ല, അല്പം ഉള്ളി തിന്നുമെന്ന് മാത്രമേ ഉള്ളല്ലോ. ഉടനെ വീട്ടുകാരൻ പറഞ്ഞു, എപ്പോഴും ഉള്ളി തിന്നത്തില്ല, കുടിച്ചിട്ട് വരുമ്പോൾ ആണ് ഉള്ളി തിന്നുന്നത്. അപ്പോൾ ചെറുക്കൻ മദ്യപാനിയോ
അപ്പോൾ പറഞ്ഞു എപ്പോഴും മദ്യപിക്കത്തില്ല, കൂട്ടുകാരുമായി കൂടി ചീട്ട് പോകുമ്പോഴാണ് സാധാരണ മദ്യപിക്കാറുള്ളത്. എപ്പോഴും ചീട്ട് കളിക്കത്തില്ല, നല്ല നിലവാരമുള്ളപ്പോൾ മാത്രമേ ചീട്ട് കളിക്കത്തുള്ളൂ. ഇരുട്ടുള്ള രാത്രികളിൽ മോഷ്ടിക്കുവാൻ പോകും, എല്ലായ്പ്പോഴും മോഷ്ടിക്കയില്ല. ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങുമ്പോൾ മാത്രമേ മോഷ്ടിക്കത്തുള്ളൂ. നോക്കുക, ചെറുക്കൻ്റെ സ്വഭാവ വിവരണം ഉള്ളുതീറ്റിയിൽ തുടങ്ങിയതാ, ഇപ്പോൾ ജയിലിൽ ചെന്ന് അവസാനിച്ചിരിക്കുന്നു. ഉള്ളുതീറ്റിയിൽ തുടങ്ങിയപ്പോൾ ജയിലിൽ അവസാനിച്ചിരിക്കുന്നു. ബിയർ വലിയ കുഴപ്പമില്ല, ശരീരത്തിന് നല്ലതാണെന്ന് പറഞ്ഞ് തുടങ്ങി വെച്ച മദ്യപാനം ഇപ്പോൾ ഒരു വിനയായി തീർന്ന് മദ്യപാനിയുടെ ആന്തരിക അവയവങ്ങൾക്ക് കാലത്തിന് മുൻപ് തന്നെ കാലാവധി നിശ്ചയിക്കേണ്ടി വരുന്ന ദാരുണ അനുഭവത്തിലേക്ക് പലരും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭവനങ്ങളിൽ നിന്ന് സമാധാന അന്തരീക്ഷം പോയി കുടുംബ കലഹങ്ങൾ ദിനംതോറും ഭവനങ്ങളെ വേട്ടയാടുന്നു. ഭാര്യമാർ നിരന്തരം മർദ്ദിക്കപ്പെടുന്നു. കുഞ്ഞുങ്ങൾ സ്നേഹം കിട്ടുന്നിടത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. കിട്ടുന്ന വരുമാനം മുഴുവൻ മദ്യപാനത്തിന് ചെലവഴിക്കുന്നതിനാൽ കടബാധ്യതയിൽ ഭവനങ്ങൾ വീർപ്പുമുട്ടുന്നു. മദ്യപാനത്തിൻ്റെ പാർശ്വഫലങ്ങളിൽപ്പെട്ട ദുർനടപ്പിലേക്ക് മദ്യപാനി വഴുതി വീഴുന്നു. തൻ്റെ ദുർനടപ്പ് നിമിത്തം ഭാര്യയെ സംശയിക്കുന്നു. തൻ്റെ മക്കൾ തൻ്റേതല്ല എന്ന തീരുമാനത്തിൽ പലരും എത്തിച്ചേരുന്നു. ചിലർ ഭാര്യയെയും മക്കളെയും കൊല്ലുന്നു. ചിലർ ഭവനങ്ങളിൽ ഗൃഹനാഥൻ്റെ മദ്യപാന നിമിത്തം ഭാര്യയും മക്കളും ആത്മഹത്യ ചെയ്യുന്നു. ചിലർ മദ്യപാനിയായ പിതാവിനെ തല്ലിക്കൊല്ലുന്നു. മദ്യപാനിയുടെ ഭവനങ്ങൾ ഭീകര അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു. പ്രിയ സഹോദര, ഇത് കേട്ടിട്ടെങ്കിലും ഒരു മാനസാന്തരത്തിലേക്ക് വരാൻ കഴിയുമെങ്കിൽ ലഭിക്കുന്ന കാശ്, കൂലിവേല ചെയ്ത് കിട്ടുന്ന കാശ് കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ചെലവഴിക്ക്. ഞാൻ ഓടിച്ചു പോകുക എഴുതി വച്ചിരിക്കുന്നതെങ്കിലൊന്ന് വായിക്കണമല്ലോ, തീരുമെന്ന് തോന്നുന്നില്ല, എങ്കിലും തീരുന്നിടത്തോളം തീരട്ടെ. ഭാര്യയോടും മക്കളോടും കൂടെ ഭവനാന്തരീക്ഷം സ്വർഗതുല്യമായി കാത്ത് സന്തോഷത്തോട് സമാധാനത്തോട് കഴിയുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ ആയുസ് നമ്മുടെ ചിട്ടയില്ലാത്ത കുത്തഴിഞ്ഞ ജീവിതം നിമിത്തം നരക തുല്യമായി തീർക്കുന്നത് എത്ര ശോചനീയമാണ്. ഒരിക്കൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കൂടെ ഒരു മൃതശരീരം ഒഴുകുകയായിരുന്നു. ശവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ഒരു കഴുകൻ ആ മൃതശരീരത്തിൻ്റെ പുറത്ത് പറന്ന് വന്നിരുന്നു. തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് തിന്നാവുന്നിടത്തോളം തിന്ന് ആസ്വദിച്ച് ഒടുവിൽ ഈ നയാഗ്രയുടെ ഒരു പതനം ഉണ്ടെന്നുള്ള കാര്യം അറിയാത്ത കഴുകൻ ഈ മൃതശരീരം തിന്ന് അതിൽ തന്നെ രസിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ആ ശരീരം തിന്ന് അതിൽ തന്നെ രസിച്ചു കൊണ്ടിരുന്ന ഒടുവിൽ ഈ കഴുകൻ ആ അഗാധമായ ഗർത്തത്തിലേക്ക് ഈ മൃതശരീരം പതിക്കുമ്പോൾ കഴുകന്റെ നഖങ്ങൾ ഈ ശവശരീരത്തിൽ ഉടക്കിയിരുന്നതിനാൽ പറന്നു പോകാൻ കഴിയാതെ നയാഗ്രയുടെ പതനത്തിൽ മൃതശരീരത്തോടുകൂടെ നശിച്ചു പോവുകയും ചെയ്തു. ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ്. മദ്യപാനം നല്ലതാണെന്ന് കരുതി അതിൽ രസിച്ച് ജീവിതം തള്ളി നീക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിൽ ഒരു പതനം ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. നിന്റെ മദ്യപാനം തന്നെ നിന്നെ നശിപ്പിക്കും. ആകയാൽ നാശത്തിന് മുൻപേ മദ്യപാനത്തോട് യാത്ര പറയുക. ഇന്ന് ഈ ക്രിസ്മസ് ദിവസം ഒരു വലിയൊരു സന്ദേശത്തിനായിട്ട് ഞാൻ നിൽക്കുന്നില്ല. ഞാൻ പറയുന്നത് ചില കുടുംബങ്ങളിൽ നിന്ന് വിളിച്ച് പറയുന്ന ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ഘട്ടങ്ങളാണ്. കുഞ്ഞുങ്ങൾ പട്ടിണി, കുടുംബത്തിൽ അരി വാങ്ങാൻ കാശില്ലെങ്കിലും മദ്യഷാപ്പിൽ കൊണ്ടുവന്ന് മരിച്ചീനിയിൽ നിന്നുണ്ടാക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ 50 രൂപയുടെ മരിച്ചീനി എടുത്തിട്ട് 50 രൂപയുടെ മരച്ചീനിയിൽ നിന്ന് നമ്മൾ പറയുന്ന കപ്പ, ഇതിൽ നിന്ന്
എടുക്കുന്നത്, വാറ്റിയെടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കാശുണ്ടാക്കുന്നത്. ഞാൻ അതിലേക്കാണ്. ഒരിക്കൽ പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനോട് അടിമപ്പെട്ടിരിക്കുന്നു. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2:19 വായിച്ചോണേ. പുകവലിക്കുകയില്ലെന്നും മദ്യപിക്കുകയില്ലെന്നും പലരും തീരുമാനമെടുക്കുന്നുണ്ടെങ്കിലും അവരിലുള്ള മോഹം അവരെ കീഴടക്കുകയും അവരിലുള്ള പാപ സ്വഭാവത്തിന് അടിമകളായി തീരുകയും ചെയ്യുന്നു. നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയണം. സ്വയം നിയന്ത്രണം ഉണ്ടാകണം എന്ന് ബൈബിൾ പറയുന്നു. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹം എല്ലായ്പ്പോഴും നമ്മുടെ ചിന്തയെ ഉണർത്തും. ചിന്ത നമ്മെ പ്രലോഭനത്തിലേക്ക് വഴി നടത്തും. പ്രലോഭനം ഭാവനയിലേക്ക് നയിക്കും. ഭാവന വികാരങ്ങൾ ഉണർത്തിവിടും. വികാരങ്ങൾ ഇന്ദ്രിയജയങ്ങളിൽ പ്രവർത്തിച്ച് അറിയുവാനുള്ള താല്പര്യമായി അതിനെ വളർത്തി എടുക്കും. പിന്നീട് അത് ഉറച്ച തീരുമാനത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. തീരുമാനം പ്രവൃത്തിയിലേക്ക് വഴി നടത്തും. പ്രവൃത്തി പതിവ് പെരുമാറ്റ രീതിയായും പിന്നീട് അത് സ്വഭാവമായും മാറും. ആകയാൽ നമ്മിലുണ്ടാകുന്ന മോഹം നല്ലതാണോ തീയതാണോ എന്ന് നമ്മുടെ മനസ്സാക്ഷി തന്നെ നമ്മോട് പറയും. നാം കുട്ടികളായിരിക്കുമ്പോൾ കടലാസ് ചുരുട്ടി തീയിൽ കത്തിച്ച് പുകവലിച്ചപ്പോൾ മാതാപിതാക്കന്മാരെ കാണാതെയാണ് ചെയ്തത്. ആദ്യമായി മദ്യപിച്ചപ്പോൾ വീട്ടിലുള്ളവർ അറിയാതിരിക്കേണ്ടതിന് അല്പം ഉള്ളി കൂടെ തിന്നിട്ടാണ് വന്നത്. നമ്മുടെ മനസ്സാക്ഷി വലിയ കോടതി. നമ്മുടെ മനസ്സാക്ഷിയാണ് വലിയ കോടതി. അതിൽ നാം തെറ്റുകാരെന്ന് വിധിക്കപ്പെട്ടാൽ വീണ്ടും അത് ആവർത്തിക്കാതെ, മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ തെറ്റുകളെ ഒഴിഞ്ഞിരിക്കുവാൻ നാം ഉത്സാഹിക്കുകയും നല്ല പ്രവൃത്തികൾക്കായി നമ്മെ ഏൽപ്പിക്കുകയും വേണം. എല്ലാം എഴുതി പറക്കി വെച്ചതാണ്. ഇത് ആത്മീയ ശുശ്രൂഷ അല്ല. ഇതൊന്ന് വായിച്ചതെന്ന് ഇതിലോട്ടൊന്ന് ഇട്ടാൽ ആരെങ്കിലും ഒന്ന് കാണുമല്ലോ. പിന്നെ ഉള്ള കാര്യം പറഞ്ഞാൽ ആരും കാണത്തില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ, ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞാൽ ആൾക്കാർ ഒരുപാട് പേര് കാണും. എനിക്ക് കണ്ടാലും കണ്ടില്ല എനിക്ക് വിഷയമല്ല. എൻ്റെ ഡ്യൂട്ടി ഞാനങ്ങ് പറഞ്ഞെന്നുള്ളൂ. വർഷങ്ങളായി എഴുതി വെച്ചിരിക്കുന്ന കാര്യം. ഒരിക്കലും ഒരു സായിപ്പ് ഒരു ആടിനെയും ഒരു പന്നിയെയും വളർത്തിയിരുന്നു. ഞാൻ എപ്പോഴും പ്രസംഗം പറയാനുള്ള ഒരു കഥയാണ്. പന്നിയെ എത്ര കുളിപ്പിച്ച് വൃത്തിയാക്കിയാലും അത് ചെളിക്കുഴിയിൽ കാണുമ്പോൾ അതിൽ ഇറങ്ങുമായിരുന്നു. എന്നാൽ ആട് ചെളി കാണുമ്പോൾ ഒഴിഞ്ഞു പോകുമായിരുന്നു. ഒരിക്കൽ പന്നിക്ക് അസുഖം വന്നു. അതിനെ ഉടനെ മൃഗഡോക്ടറെ കാണിച്ച് ഒരു വലിയ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ രക്തം നഷ്ടമായപ്പോൾ ആടിൻ്റെ രക്തം എടുത്ത് പന്നിക്ക് കൊടുത്തു. ആടിൻ്റെ ഹൃദയം അതിന് കൊടുത്തു. ആടിൻ്റെ രക്തം നഷ്ടമായതിനാൽ ആടിൻ്റെ രക്തം അതിന് കൊടുത്തു. ഹൃദയം കൊടുത്തല്ല, ആടിൻ്റെ രക്തം അതിന് കൊടുത്തു. ആടിൻ്റെ രക്തം നഷ്ടമായതിനാൽ പിന്നീട് പിൽക്കാലത്ത് അസുഖം വന്നപ്പോൾ വന്ന് ചത്തുപോയി. എന്നാൽ പന്നി സുഖം പ്രാപിച്ച് തിരികെ സായിപ്പിന് കിട്ടി. ആടിൻ്റെ രക്തം ഈ പന്നിയുടെ ശരീരത്തിൽ കൂടെ ഓടുന്നതിനാൽ ചെളിക്കുഴി കാണുമ്പോൾ ഇപ്പോൾ പന്നി ഒഴിഞ്ഞ് മാറുകയാണ്. അപ്പോഴാണ് സായിപ്പിന് കാര്യം മനസ്സിലായത്. മൃഗം പന്നിയാണെങ്കിലും രക്തവും സ്വഭാവവും ഇപ്പോൾ ആടിൻ്റേതാണ്. നമ്മുടെ ജീവിതത്തിലും മാറ്റമുണ്ടാകണമെങ്കിൽ വിശ്വാസത്താൽ യേശു ക്രിസ്തുവാകുന്ന ദൈവ കുഞ്ഞാടിൻ്റെ രക്തം നമ്മിൽ കൂടെയും ഓടേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയാണ് യേശു ക്രിസ്തു അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നത്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം. നീ ഇന്നലെ വരെ ആരായിരുന്നു എന്തായിരുന്നു ചോദിക്കുന്നില്ല. യെശയ്യാപ്രവചനം 1:18 പറയുന്നു, നിന്റെ പാപം എത്ര കാട്ടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ കർത്താവിന് കഴിയും. കർത്താവെ, ഞാനൊരു പാപിയാണ്. എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ കർത്താവിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ്, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവശക്തനാണ്. പിന്നെ അടുത്തൊരു ചിന്താ വിഷയം എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ. പല വിധത്തിൽ നാഡീ ഞരമ്പുകളെ ബാധിക്കും.
കാലക്രമേണ ഞരമ്പുകളുടെ പ്രവർത്തനത്തെ തടയും. ആൽക്കഹോൾ ന്യൂറോപ്പതി ഉണ്ടാകും. കാലിനും കൈക്കും കാരണം കൂടാതെ വേദനയും പെരുപ്പും അനുഭവപ്പെടും. പിന്നെ തലച്ചോറിനെ ബാധിച്ച് ഓർമ്മയും മറ്റു പ്രവർത്തനങ്ങളും കാലക്രമേണ നഷ്ടപ്പെടും. വെർണിക്സ് എൻസഫലോപ്പതി ശരിയായി നടക്കുന്നതിനുള്ള കഴിവ് നഷ്ടമാക്കും. ബാലൻസ് കിട്ടുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. പരസഹായമോ വാക്കറോ ഇല്ലാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തും. അവസാനം ഓർമ്മശക്തി നഷ്ടപ്പെട്ട് വീൽ ചെയറിൽ അഭയം പ്രാപിക്കേണ്ടി വരും. സ്ഥിരമായ ആൽക്കഹോൾ കൊണ്ട് വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് എന്നീ വൈറ്റമിൻസിൻ്റെ അഭാവം ശരീരത്തിൽ ഉണ്ടാകും. കൂടുതലായി ബ്ലഡ് സെൽസിൻ്റെ ശരിയായ പുരോഗമനം ഇല്ലാതെ മാക്രോസിറ്റിക് അനീമിയ ഉണ്ടാകും. വളർച്ച, തളർച്ച, തണുപ്പ്, കിതപ്പ് എല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങൾ ആണ്. കൂടാതെ പല വിധത്തിലുള്ള ക്യാൻസറുകൾ മദ്യപാന നിമിത്തം ഉണ്ടാകും. ലിവർ, സ്റ്റൊമക്ക്, ഈസോഫാഗസ്, പാൻക്രിയാസ് ആദ്യ ഇവയിൽപ്പെട്ടതാണ്. തുടർച്ചയായി തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ ആൽക്കഹോൾ ഉള്ളതുകൊണ്ട് കുറെ കഴിയുമ്പോൾ മദ്യപാനം ഇല്ലാതെ തലച്ചോർ പ്രവർത്തിക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തിച്ചേരും. അതുകൊണ്ട് ദിവസേനയുള്ള പ്രവർത്തനത്തിന് വേണ്ടി കൂടുതൽ മദ്യം ഉപയോഗിക്കേണ്ട അവസ്ഥയിൽ എത്തിപ്പെടും. ആൽക്കഹോൾ അടുത്ത് ചെയ്യുന്ന വളരെ നാളത്തെ മദ്യപാനത്തിൻ്റെ സ്വാധീനത തലച്ചോറിലും ശരീരത്തിലും ഉള്ളതുകൊണ്ട് ഇനി ഇത് നിർത്താൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചേരും. അഥവാ നിർത്താമെന്ന് വിചാരിച്ചാൽ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ വിറയൽ, ഛർദിൽ, വയറുവേദന, കൺഫ്യൂഷൻ, ഡിലേറിയം, ഹലൂസിനേഷൻ എന്നിവ ഉണ്ടായി ചിലപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ പരിസരബോധം മറന്ന് പ്രവർത്തിക്കുവാനും അലറുവാനും ഓടുവാനും ഒക്കെ തുടങ്ങും. ഇതിന് ആൽക്കഹോൾ സൈക്കോസിസ് എന്ന് പറയും. ഇതിനു വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരും. ഗർഭിണികളായിരിക്കുമ്പോൾ സ്ത്രീകൾ മദ്യപാനത്താൽ മലയാളികളുടെ ഇല്ലെങ്കിലും ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിനെയും ഹൃദയത്തെയും മറ്റ് അവയവങ്ങളുടെ ശരിയായ വളർച്ചയും ബാധിക്കുന്നതിനാൽ ശരിയായ വളർച്ചയും പ്രവർത്തനവും ഇല്ലാതെ മന്ദബുദ്ധി, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ് മുതലായ സംഭവിച്ച് കുഞ്ഞ് ജനിക്കുന്നു. ചിലരുടെ അനുഭവത്തിൽ ഗർഭം അലസി കുഞ്ഞ് മരിക്കുകയും ചെയ്യുന്നു. മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്ന് നിയമമുണ്ടെങ്കിലും പലരും അതനുസരിക്കാതെ വാഹനങ്ങൾ ഓടിക്കുന്നതിനാൽ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തി അവർ നശിക്കുന്നതിനോടൊപ്പം എത്രയോ നിരപരാധികളെ മുറിവേൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. എൻ്റെ നാട്ടുകാരനായ സ്വത്രം പല വ്യക്തികളെ ഞങ്ങൾക്കറിയാം. അയാൾ മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ലേശം സുബോധമില്ല. ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിപ്പിടിച്ച് പറയും, അളിയൻ ഇന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവിടണമെന്ന്. ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാം, അളിയൻ എന്നെ ഇന്ന് കൊണ്ട് വീട്ടിൽ വിടണം. നോയിക്കൊണ്ടേ വരുന്ന ഗതികേട്. പോസ്റ്റ് അളിയനായി, സർവേക്കൽ അളിയനായി. ഞാൻ പണ്ട് ലോറി ഡ്രൈവറായിരിക്കുമ്പോൾ ഒരുത്തൻ കള്ള് കുടിച്ചിട്ട് ഓടയിൽ കിടക്കുക. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്ലീനറും ലോഡിങ്ങുകാരും പറഞ്ഞു, അവരും ഇത് കേൾക്കുന്നുണ്ട്. ലോഡിങ്ങുകാരും പറഞ്ഞു, നമുക്ക് അയാളെ ഒന്ന് നോക്കാമെന്ന്, എടുത്ത് വീട്ടിൽ കൊണ്ടാക്കാമെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോൾ കയ്യിൽ ഒരു പിടി നോട്ടുമായിട്ട് കയ്യിൽ പിടിച്ചു വച്ചിരിക്കുക. ഒരു കവറിനകത്ത് കുറച്ച് ബോണ്ടയും അതും ഇതും എല്ലാം കൂടെ വാങ്ങിച്ച് പൈസ മുറുക്കി പിടിച്ചിരിക്കുക. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്ലീനർ പറഞ്ഞു, പുള്ളി ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ പുള്ളി പറഞ്ഞു,
വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. പുള്ളി പറഞ്ഞ് നമുക്ക് ആ പൈസ പിടിച്ച് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ വേണ്ട, നമുക്കതിൻ്റെ ആവശ്യമില്ല. അത് ഇയാൾ കൈ പിടിച്ച് വാങ്ങിക്കാൻ തുടങ്ങി. എൻ്റെ കൊച്ചുങ്ങൾക്കുള്ള പൈസ ഞാൻ തരത്തില്ല, എൻ്റെ കൊച്ചുങ്ങൾക്കുള്ള പൈസ തരത്തില്ല, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കും, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് കിടക്കുക. അപ്പോഴും അയാൾക്ക് ഓർമ്മയുണ്ട്, പ്രിയ സഹോദര, കൂട്ടുകാരുടെ കൂടി തുടങ്ങിയ പരിപാടി അത് പിന്നത്തേതിൽ നിനക്ക് നാശമായി വന്നില്ലേ? നീ ഓടയിൽ കിടക്കേണ്ടി വന്നില്ലേ? ഇപ്പോൾ ആരുണ്ട് കൂടെ? ആരുമില്ല. കൂടെ നിന്റെ കൂടെ വരുവാൻ ആരുമില്ല. പണ്ടൊരിക്കലൊരു മദ്യപാനി മരിച്ചു. അയാൾ ജീവിച്ചിരുന്ന സമയം ഭവനത്തിലുള്ളവർക്കും നാട്ടുകാർക്കും അയാൾക്ക് ഒരു തലവേദനയായിരുന്നു. അയാൾക്ക് രാമു എന്നു പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. അവൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ അച്ഛൻ്റെ മരണശേഷം ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും പഠിപ്പിച്ചുകൊണ്ടിരുന്ന വേളയിൽ രാമുവിനോടായി ചോദിച്ചു, ചില നാളുകൾക്ക് മുൻപ് രാമുവിൻ്റെ അച്ഛൻ മരിച്ചു എന്നുള്ളത് ഏത് കാലമാണെന്ന്. രാമു തൻ്റെ അച്ഛൻ്റെ കാര്യം ഓർത്തപ്പോൾ അച്ഛൻ്റെ മദ്യപാനവും വീട്ടിലെ പട്ടിണിയും അമ്മയെ നിത്യം ഉപദ്രവിക്കുന്നത് എല്ലാം പെട്ടെന്ന് തൻ്റെ ഭാവനയിൽ കൂടെ കടന്നുപോയി. ഉടനെ അവൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മയുടെ നല്ല കാലം എന്ന് അവൻ പറയുവാനിടയായി. പറഞ്ഞത് ശരി തന്നെയാണ്, അവൻ്റെ അമ്മയുടെ നല്ല കാലം തന്നെ ഇന്നും അങ്ങനെ ഭവനങ്ങൾ അവൻ്റെ അമ്മയുടെ നല്ല കാലം തന്നെ ഇന്നും അനേക ഭവനങ്ങൾ പിതാവിൻ്റെ മദ്യപാന നിമിത്തം കഠിനമായ വ്യഥ അനുഭവിക്കുന്നു. ചിലർ മനസ്സോടെ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു പോകുന്നു, ഇയാൾ ഇന്ന് ഒഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അത് ഓൾറെഡി പ്രാർത്ഥിക്കുന്ന എൻ്റെ ചെവിയിലും കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു ബാലൻ ഭൂലോകത്തിൻ്റെ പടമെടുത്ത് അതിൽ ഓരോ രാജ്യങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത പിതാവ് അത് പല തുണ്ട് പേപ്പറാക്കി കീറിക്കളഞ്ഞു. എന്നാൽ ആ ബാലൻ കുറെ കഴിഞ്ഞപ്പോൾ ആ പേപ്പറുകൾ എല്ലാം കൂടെ യോജിപ്പിച്ച് പഴയതുപോലെ തന്നെ അതിനെ ക്രമീകരിച്ചു. ഇതിങ്കൽ അതിശയിച്ചു പോകരുത്. അതിശയിച്ചു പോയ പിതാവ് ഇത് നിനക്ക് എങ്ങനെ ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു. ഇങ്ങനെ മകൻ പറഞ്ഞു, ഈ ലോകത്തിൻ്റെ പടത്തിൻ്റെ മറുവശത്തെ ഒരു മനുഷ്യൻ്റെ പടം ഉണ്ടായിരുന്നു. ഞാൻ കീറിപ്പോയ മനുഷ്യൻ്റെ പടത്തിൻ്റെ ഭാഗങ്ങൾ ക്രമീകരിച്ചപ്പോൾ ഭൂലോകത്തിൻ്റെ പടം നേരെയായി. അതെ, മനുഷ്യൻ നന്നായാൽ ഭവനം നന്നാവും, ഭവനം നന്നായാൽ അവൻ്റെ സഭ നന്നാവും, സഭ നന്നായാൽ സമൂഹം നന്നാവും, സമൂഹം നന്നായാൽ രാജ്യം നന്നാവും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനും പ്രസംഗിക്കും പറയാറുണ്ട്, ആദ്യം നന്നാവേണ്ടത് ഞാനാണ്. ഇനി നമ്മൾ നന്നായിട്ടും തലമുറകൾ നന്നാകാത്തതുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു കാര്യം കിടപ്പുണ്ട്. അത് ബൈബിൾ തന്നെ അടിസ്ഥാനം ഒരുപാടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, എൻ്റെ ചിന്താ വിഷയത്തിലേക്ക് വരട്ടെ. ഇത് ഒരു വീഡിയോയിൽ തീരുമെന്ന് തോന്നുന്നില്ല, ഇല്ല എങ്കിൽ അടുത്ത വീഡിയോയിൽ ഇടും, അതുകൂടെ കേൾക്കുക. മദ്യപാനത്തിൻ്റെ ഭവിഷ്യത്ത് വളരെ ശ്രദ്ധിച്ചാണ്. മദ്യപാനത്തിൻ്റെ ഭവിഷ്യത്ത് അനേക കുടുംബങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ബൈബിൾ പറയുന്നു, ആർക്ക് കട്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് അവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്, വീഞ്ഞ് കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 29-30, Proverbs chapter 23 verses 29-30. ഈ ഭാഗം വായിക്കുക. ഭർത്താവിൻ്റെ മദ്യപാന നിമിത്തം ഏറ്റവും കൂടുതൽ വ്യഥ അനുഭവിക്കുന്നത് സഹോദരിമാരാണ്, ഭാര്യമാരാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ ഭാര്യയെയും മക്കളെയും ഉപദ്രവിക്കുക എന്നുള്ളത് ചിലർക്കൊരു ശീലമാണ്. മറ്റു ചിലർ ഉപദ്രവിച്ചില്ലെങ്കിലും വായിൽ വരുന്ന പുഴുത്ത ചീത്തകൾ പറയുന്നവരാണ്. അത് മദ്യപിക്കാത്തവരും പുഴുത്ത ചീത്തകൾ പറയുന്നവരാണ്. ഇന്ന് മദ്യപാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവർ കരുതുന്നത്. പല മദ്യപാന്മാരും സുബോധം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. എന്നാൽ പോലീസുകാരെ കാണുമ്പോൾ അവർ പുച്ഛമടക്കി എന്ന് പറഞ്ഞാൽ അവർ തലകുനിച്ച് നിൽക്കുന്നത് കാണാറുണ്ട്. അവർക്ക് അവിടെ പേടിയുണ്ട്. അവർ തലകുനിച്ച് കൈമടക്കി നിൽക്കും. അപ്പോൾ അവർ സുബോധം എവിടുന്ന് കിട്ടി? ഇതിൽ നിന്നൊരു കാര്യം നാം മനസ്സിലാക്കണം. തിരിച്ച് തനിക്ക് 2 കിട്ടും എന്നുള്ളിടത്ത് താൻ നിശബ്ദത പാലിക്കും. തിരിച്ച് അടി കിട്ടുകയില്ല എന്ന് ബോധ്യമുള്ള വീട്ടിൽ ഭാര്യയോടും മക്കളോടുമാണ് പരാക്രമം കാണിക്കുന്നത്.
ഇപ്പോൾ ചില ഭാര്യമാർ തിരിച്ച് അടി കൊടുത്തു തുടങ്ങി. ഇപ്പോൾ അടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 10 വർഷത്തിന് മുമ്പ് അടി തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ ഭാഷയെ പറഞ്ഞ് എന്ന് കേൾക്കുകയുണ്ടായി. ഒരു പശുവിനെ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് അതിനെ വേണ്ടുവോളം അടിച്ച് തൻ്റെ കായിക ബലം വെളിപ്പെടുത്തുന്നവനെ ആര് ശ്രേഷ്ഠനെന്ന് കാണാറില്ല. അവനെ മൂഢനെന്നോ പോഷനെന്നോ ക്രൂരനെന്നോ സമനില തെറ്റിയവനെന്നോ മാത്രമേ കാണുകയുള്ളൂ. ഇതുപോലെയാണ് സ്വന്തം പൗരത്തെ വിട്ട്, മാതാപിതാക്കന്മാരെ വിട്ട്, സഹോദരങ്ങളെ വിട്ട് ഒരു പുരുഷ ഭർത്താവായി സ്വീകരിച്ച് അവനിൽ ആശ്രയം വെച്ച് വരുന്ന ഒരു സ്ത്രീയോട് ഭർത്താവ് അന്യായം ചെയ്യുന്നതും അവളെ ഉപദ്രവിക്കുന്നതും. ഇങ്ങനെ ഉപദ്രവിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കണം. താങ്കൾക്ക് ദൈവം തന്ന മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന സ്ഥലത്ത് അവളുടെ ഭർത്താവ് അവളോട് ഈ നിലയിൽ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നുള്ള കാര്യം മറന്നുപോകുന്നത്. ഗലാത്യർ 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളങ്ങ് വായിച്ചാൽ മതി. നിത്യവും വഴക്കും ബഹളവും അടിപിടിയും ഉള്ള വീട്ടിലെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും പങ്കും ക്രിമിനലുകളായി മാറുന്നത്. അതിനൊരു കാര്യം ചെയ്തുകൊണ്ടും അതല്ലാത്തവർ മാറാറുണ്ട്. അപ്പോൾ പറയുമ്പോൾ അവർ മാത്രമേ ഉള്ളൂ, അല്ലാത്തടത്ത് മാറാറുണ്ട്. അതിന് ഞാനൊരു കാര്യം ഞാൻ തെളിയിച്ചു പറയാം. ഇവിടെ വായിക്കുന്നത് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും എവരാണ് മാറുന്നത്. അവർക്ക് ഭവനത്തിൽ നിന്ന് സ്നേഹം കിട്ടായികയാൽ സ്നേഹം ലഭിക്കുന്ന സ്ഥലത്തേക്ക് അവർ ഇറങ്ങിപ്പോവുകയും ഒടുവിൽ വഴിതെറ്റിയ ജീവിതത്തിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും. ജഡശരീരത്തിൽ നമുക്ക് നമ്മുടെ ഭാര്യയായും മക്കളുമായും കഴിയുവാൻ ഒരായുസ് മാത്രമേ ഭൂമിയിലുള്ളൂ. അത് നരകതുല്യമോ സ്വർഗതുല്യമോ ആക്കി മാറ്റുവാൻ നമ്മെ കൊണ്ട് കഴിയും. ഈ ലേഖനം വായിക്കുന്ന ആരെങ്കിലും ഇന്നും മദ്യത്തിന് അടിമയാണോ? നിത്യം വഴക്ക് കൂടുന്നവരെങ്കിൽ ദയവായി ഇതിൽ നിന്ന് പിന്തിരിയുക. ദൈവാശ്രയം ഉണ്ടെങ്കിൽ ഇതിൽ നിന്നെല്ലാം ജയം നേടുവാൻ കഴിയും. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ച ഇന്ത്യ ടു എത്യോപ്യ എന്നാണ്. ഹിന്ദു ദേശം എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയല്ല, ട്രാൻസ്ലേഷൻ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ടു എത്യോപ്യ. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ 127 സംസ്ഥാനങ്ങൾ അടക്കി വാണുകൊണ്ടിരുന്ന മേദ്യ പാർസി രാജ്യത്തിലെ അധിപനായ അഗസ്വരസിൻ്റെ കാലത്ത് തൻ്റെ രാജകീയ മഹത്വവും ഐശ്വര്യവും തൻ്റെ മഹിമാധിക്യത്തിൻ്റെ പ്രതാപം വിളിച്ചറിയിക്കേണ്ടത് താൻ വലിയ വിരുന്നൊഴുക്കി. ആ വിരുന്നിൽ പ്രധാനമായും അവർ ഉപയോഗിച്ച രാജകീയ വീഞ്ഞായിരുന്നു. അത് രാജപദവിക്കൊത്തവണ്ണം ധാരാളമുണ്ടായിരുന്നു. രാജാവ് ഒരു ഭാഗത്ത് വലിയ വിരുന്ന് നടത്തുമ്പോൾ രാജ്ഞിയും രാജസന്നിധിയിൽ സ്ത്രീകളും ഒരു വിരുന്ന് കഴിച്ച് വിരുന്നിൻ്റെ 7-ാം ദിവസം വീഞ്ഞ് കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ വിരുന്ന് നടത്തുമ്പോൾ രാജ്ഞിയും രാജസന്നിധിയിൽ സ്ത്രീകളും ഒരു വിരുന്ന് കഴിച്ചു. വിരുന്നിൻ്റെ 7-ാം ദിവസം വീഞ്ഞു കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ രാജാവ് തൻ്റെ സന്നിധാനത്തിൽ സേവ ചെയ്യുന്ന 7 ഷണ്ഡന്മാരെ വിളിച്ച് അവരോട് ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജസന്നിധിയിൽ കിരീടം ധരിപ്പിച്ച് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൾ കാഴ്ചയിൽ സുമുഖിയായിരുന്നു. രാജാവിൻ്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കേണ്ടതിന് രാജാവിൻ്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കേണ്ടത് താൻ തന്നെയാണ്. എന്നാൽ മദ്യപാനത്താൽ അവസരോചിതമായി കാര്യങ്ങൾ ചെയ്യാതെ അവിവേകമുള്ളവനായി തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ നോക്കിക്കൊണ്ടേ വളരെ കട്ടമാണ്. എസ്തേറിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ കാണുന്ന കാര്യങ്ങളാണ്. എസ്തേറിൻ്റെ പുസ്തകം 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ അറിയാം. 2-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം. അവിടെയൊക്കെ ഇങ്ങനെ കാണുന്നു. വളരെ ശ്രദ്ധിച്ചോണേ. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ ആഗ്രഹിച്ച് കൽപ്പന കൊടുക്കുന്നു. എന്നാൽ രാജാവിൻ്റെ തീരുമാനം തൻ്റെ ഭാര്യ നിരാകരിച്ചു. ഞാൻ അവിടെ വസ്തി എന്ന അവരുടെ പേര് ആ സഹോദരിയുടെ സൈഡിലാണ് ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ആസ്വദിക്കേണ്ട ശരീരം,
അത് മറ്റുള്ളവരുടെ മുമ്പിൽ ആസ്വദിക്കാനല്ല. കള്ളു കുടിച്ച് കൂത്താടിയിരിക്കുന്ന 127 സംസ്ഥാനത്തിലെ പ്രഭുക്കന്മാരുടെ മുമ്പിൽ വലിയ ആളാക്കാനല്ല, അവരുടെ സൗന്ദര്യം കൊണ്ട് പ്രദർശിപ്പിക്കുവാനല്ല. അതൊക്കെ തെറ്റാ. ഇന്ന് സൗന്ദര്യ മത്സരം പ്രദർശിപ്പിക്കുകയാണ്, അത് വേറൊരു സത്യം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഇതൊന്നും പറഞ്ഞ് തീർക്കാൻ സമയം ഉണ്ടാവില്ല. എന്നാൽ ഓടിപ്പോകട്ടെ. അങ്ങനെ ആ സഹോദരി അവിടെ പോയില്ല. രാജാവിൻ്റെ ഭാര്യ രാജാവിനെ അനുസരിക്കാതെ വസ്തുത സ്ത്രീകൾ അറിയുകയും അവർ അവരുടെ രാജഭർത്താക്കന്മാരെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് ആയതിനാൽ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ അവർ ഉപദേശിച്ചു. രാജാവ് തൻ്റെ ക്രോധത്തിൽ ഭാര്യയെ ഉപേക്ഷിച്ചു. എന്നാൽ തൻ്റെ ക്രോധം, അവിടെ എഴുതിയിരിക്കുന്നു, തൻ്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ തൻ്റെ ഭാര്യയെയും താൻ ചെയ്തതിനെ അവൻ കൽപ്പിച്ച വിധിയെക്കുറിച്ച് ഓർത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എസ്തേർ 1:4, 2:1 വരെ. എസ്തേർ 1:4 മുതൽ 2:1 വരെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കുക, മദ്യപാനത്തിൽ ദുരന്ത ഫലം അഹശ്വേരോശ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ അരങ്ങേറി. ഇന്നും മദ്യപാനത്തിൻ്റെ ഫലമായി അനേക ഭവനങ്ങളിൽ ഭർത്താവ് ഭാര്യയും തമ്മിൽ പിണങ്ങി ഉപേക്ഷിക്കേണ്ടി വരുന്നു. ബൈബിളിൽ പോഷനും മദ്യപാനിയുമായിരുന്ന നാബാലിൻ്റെ ചരിത്രം വിവരിക്കുന്നുണ്ട്. ശൗൽ രാജാവിനെ ഭയന്ന് ദാവീദ് തന്നോടുള്ള 600 പേരും പാരാൻ ഭൂമിയിൽ പാർക്കുന്ന കാലത്ത് നാബാലിൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തര ഉള്ളവരും ദാവീദ് അറിഞ്ഞു. ദാവീദ് തൻ്റെ 10 ബാല്യക്കാരെ നാബാലിൻ്റെ അടുക്കലായി പറഞ്ഞയച്ച് ഇപ്രകാരമാണ്: നിന്റെ ഇടയന്മാർ ഞങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അവരെ ഉപദ്രവിച്ചില്ല. അവർ കർമ്മേലിലിരുന്ന കാലത്തൊക്കെയും അവരുടെ ആടുകൾ ഒന്നും നഷ്ടമാകാതെ ഞങ്ങളും അവയെ കാത്തിരുന്നു. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 25-ാം അധ്യായത്തിലെ കാര്യമാണ് പറയുന്നത്. പെട്ടെന്ന് പറയാം. അത് നിന്റെ ബാല്യക്കാർക്കും അറിയാം. ആകയാൽ നീ ബാല്യക്കാരോട് ദയ തോന്നി ഞങ്ങൾക്കും കൂടി എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ നാബാൽ ഈ അവസരം വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയായിരുന്നു. താൻ ദാവീദിൻ്റെ ദാസന്മാരെ ആക്ഷേപിച്ച് ഒന്നും നൽകാതെ മടക്കി അയച്ചു. ഈ വിവരം ദാവീദ് അറിഞ്ഞു. തന്നോടുകൂടെ 400 പേര് ഓരോരുത്തൻ തൻ്റെ വാൾ അരയ്ക്ക് കെട്ടി നാബാലിൻ്റെ ഭവനത്തെ നിർമൂലമാക്കുവാൻ ചാടിപ്പുറപ്പെട്ടു. എന്നാൽ വിവേകവതിയായ നാബാലിൻ്റെ ഭാര്യ അബീഗയിൽ ഭർത്താവ് അറിയാതെ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത് 5 ആടും 5 പറമലരും 100 ഉണക്കമുന്തിരിക്കുലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറി ദാവീദിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ദാവീദിനെ കണ്ടപ്പോൾ അവൾ കഴുതപ്പുറത്തു നിന്നിറങ്ങി. ആമേൻ. ബാക്കി കാര്യങ്ങളെല്ലാം അറിയാൻ വായിച്ചുകൊള്ളുക. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 25-ാം വാക്യം. അവിടെ ഇറങ്ങി പറഞ്ഞത് കൊണ്ട് തൽക്കാലം താൻ രക്ഷപ്പെട്ടു. ആമേൻ. കള്ളുകുടിയുടെ നിമിത്തം താൻ മരിക്കേണ്ടതായിരുന്നു. ആ മരണത്തിൽ നിന്ന് ദൈവം രാജാവ് വിടുവിച്ചത് തൻ്റെ ഭാര്യ ബുദ്ധിയോടുകൂടെ തക്ക സമയത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുക. പണ്ടൊരിക്കൽ തൻ്റെ കുഞ്ഞുങ്ങൾ പിറകോട്ട് നടക്കുന്നതിൽ ഖേദിക്കുകയും കുഞ്ഞുങ്ങൾ മുൻപോട്ട് നടക്കുവാൻ പഠിപ്പിക്കേണ്ടതിനായി കൗൺസിലിങ്ങിനായി അയക്കുകയും ചെയ്തു. കൗൺസിലിംഗ് ഒക്കെയും കഴിഞ്ഞിട്ടും ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങൾ പണ്ടൊരിക്കൽ ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് കേട്ടോ. സോറി അവസാനം പറഞ്ഞ് ഞണ്ട് പറഞ്ഞ് മക്കളെ നിങ്ങൾ നേരെ പോ. അപ്പം ഞണ്ട് പറഞ്ഞ് നേരെ പോകുന്നു. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഞണ്ടുകൾ പറഞ്ഞു, ഹൈടെക് യുഗത്തിൽ നിൽക്കുന്ന, ഇൻ്റർനെറ്റ് യുഗത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞു, സോദരൻ അപ്പന്മാർ നേരെ ഒന്ന് നടന്ന് കാണിക്കും, ഞങ്ങൾ പുറകെ വരാം, സ്ട്രൈറ്റായിട്ട് നടക്ക്, ഞങ്ങൾ പുറകെ വരാമെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്നാ? അതിൻ്റെ ആത്മീയ അർത്ഥം എന്നാ? അതിന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ നേരായി നടക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുക. സോദരം ഉഴുന്നുവട കണ്ടത്തിൽ വീണപ്പോൾ കുട്ടമാക്രി എടുത്ത് അല്ലെങ്കിൽ ചൊറിയമാക്രി എടുത്ത് കടിച്ചു തിന്ന് അലച്ചപ്പം മര്യാദക്കിരിയുടെ കാശ് കൊടുത്താൽ വാങ്ങിച്ച് അടുത്ത് വരുന്നു കുടൽ വെളിച്ചാടി കടിച്ചു വരച്ച് തിന്നിട്ടാണ് പറയുന്നത്. കടക്കാരൻ എന്നെ കളിപ്പിച്ചു. എന്താണ് കളിപ്പിച്ചത്? ഉഴുന്നുവട, വളിച്ച ഉഴുന്നുവട കൊടുത്തെന്ന്. അതുപോലെയൊന്നും ആകല്ലേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതിൽ നിന്നല്ല മദ്യപാനത്തിൽ നമുക്ക് പിന്മാറാം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഒരിക്കലും ഒരു പിതാവും തൻ്റെ ചെറിയ മകനും കൂടെ വഴിയാത്രയിൽ തളർന്ന് ക്ഷീണിച്ചപ്പോൾ ശീതളപാനീയങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ കയറി. ദാഹം ശമിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. കടയിൽ ചെന്ന ഉടനെ കടക്കാരൻ പിതാവിനോട് ചോദിച്ചു, കുടിക്കുവാൻ എന്താണ് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഒരു തണുത്ത ബിയർ വേണമെന്ന്. തുടർന്ന് മകനോട് ചോദിച്ചു, മോൻ എന്താണ് വേണ്ടത്? ഉടനെ മകൻ പറഞ്ഞു,
പപ്പായ്ക്ക് കൊടുക്കുന്നത് തന്നെ എനിക്കും മതി എന്ന് ഉടനെ പിതാവ് പരുങ്ങല്ലായി. തൻ്റെ മനസ്സാക്ഷി തന്നെ കുറ്റപ്പെടുത്തി. താൻ കുടിക്കുന്നത് തന്നെയാണല്ലോ എൻ്റെ മകനും ആഗ്രഹിക്കുന്നത്. ഭാവിയിൽ എൻ്റെ മകൻ ഒരു കുടിയനായി തീരും എന്നുള്ള ചിന്ത തന്നെ അലട്ടി. അന്നു മുതൽ താൻ എന്നേക്കുമായി മദ്യപാനം അവസാനിപ്പിച്ചതായി അറിയുവാൻ കഴിഞ്ഞു. മാന്യ സ്നേഹിത, സഹോദരങ്ങളെ, ഇത് കുടിക്കുന്നവരെ ഈ മദ്യപാനത്തിൽ നിന്ന് ഒഴിവാകുക. എന്നാൽ ഇന്ന് അവസാനിക്കാൻ പറ്റുമോ? നിന്റെ ആ മദ്യപാനം അവസാനിപ്പിക്കുക. നിന്റെ ആ പൈസ നിന്റെ തലമുറകൾക്ക് കൊടുക്ക്. നീ അധ്വാനിക്കുന്ന പൈസ നിന്റെ തലമുറകൾക്ക് കൊടുക്ക്. നിന്റെ തലമുറകൾ കഴിക്കട്ടെ. കിട്ടുന്ന വരുമാനം മദ്യഷോപ്പിൽ ചെലവഴിക്കാതെ BC 606 മുതൽ 538 വരെ ലോകത്തിൽ ആധിപത്യം വഹിച്ചിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിനു ശേഷം പ്രതാപശാലിയായ നിർമ്മോദിനാൽ ആരംഭിച്ച് ശതാബ്ദങ്ങൾ കൊണ്ട് വളർന്നു വന്ന ബാബേൽ രാജ്യം നെബൂഖദ്നേസറിൻ്റെ കാലത്ത് ഉയർച്ച പ്രാപിച്ചു. നെബൂഖദ്നേസറിൻ്റെ കാലശേഷം എവിൽ മോലേക്ക് ബാബേൽ സാമ്രാട്ടായി വന്നു. എവിൽ മെരോദക് സാമ്രാട്ടായി വന്നു. മെരോദക് വാക്ക് ഉള്ളതുണ്ടെങ്കിൽ ക്ഷമിക്കണം, നിങ്ങൾ ബൈബിൾ നോക്കണം. വന്നു. എൻ്റെ പിന്നാലെ നെബോണിദസ് കിരീടവഹിച്ച് അതിൻ്റെ അവിടെ ഇങ്ങനെ പറയുന്നത്, എവിൽ മെരോദേക് ബാബേൽ സാമ്രാട്ടായി വന്നു. അവൻ്റെ പിന്നാലെ നെബോ വാണിദസ് കിരീടാവകാശിയായി തീരുകയും അവൻ്റെ മകനായ ബൽസസർ റീജൻ്റായി ഭരണകാര്യങ്ങൾ നടത്തി വരികയും ചെയ്തിരുന്നു. BC 538 ബൽസസർ രാജാവ് തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്ന് കഴിച്ചു. ആ വിരുന്നിൽ താനും തന്നോടുകൂടെ ഉള്ളവരും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് രസിച്ചിരിക്കുമ്പോൾ തൻ്റെ പിതാമകൻ യെരുശലേം ആക്രമിച്ചപ്പോൾ അവിടെ ദൈവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ പാത്രങ്ങൾ എടുത്തുകൊണ്ട്, വളരെ ശ്രദ്ധിക്കണം, ആയപ്പാട് വരുന്നു, വിശുദ്ധ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അവൻ തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന പൊൻപാത്രങ്ങളെ താൻ എടുപ്പിച്ച് കൊണ്ടുവന്ന് അതിൽ വീഞ്ഞ് കുടിക്കുവാൻ കഴിച്ചു. നോക്കുക, എനിക്ക് വീഞ്ഞു കുടിക്കുവാൻ വേണ്ടുവോളം പൊൻവെള്ളി പാത്രങ്ങൾ എൻ്റെ അരമനയുള്ളപ്പോൾ അതിൽ വീഞ്ഞ് പകർന്ന് കുടിക്കുന്നത് പോരാ എന്ന് തോന്നിയിട്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ വിശുദ്ധ വസ്തുക്കൾ വയ്ക്കുവാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ പാത്രങ്ങളെ അശുദ്ധമാക്കിയതിനാൽ താനും തൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും തൻ്റെ മഹത്തുക്കളും വിശുദ്ധ പാത്രങ്ങളിൽ വീഞ്ഞു പകർന്ന് കുടിക്കുവാൻ തുടങ്ങി. തൽക്ഷണം ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ പുറപ്പെട്ട് രാജധാനിയുടെ ചുവരിൻ്റെ വെള്ളമേൽ മെനെ തെക്കേൽ ഉവർസീൻ എന്ന് എഴുതുകയുണ്ടായി. ഈ കൈപ്പത്തി കണ്ട രാജാവ് വിചാരങ്ങളാൽ ഭയപരവശനായി തൻ്റെ മുഖഭാവം മാറി അരയുടെ ഏപ്പഴിഞ്ഞു കാൽമുട്ടുകൾ ആടിപ്പോയി. ഇത് കണ്ട് തൻ്റെ മഹത്തുക്കൾ അമ്പരന്നു. ഈ എഴുത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച് കൊടുക്കേണ്ടതിനായി മന്ത്രവാദികളെ, രാജാവിൻ്റെ കൽപ്പനപ്രകാരം ആഭിചാരകന്മാരെ, കൽദരരെ, ശകുനവാദികളെ രാജാവിൻ്റെ കൽപ്പനപ്രകാരം. എന്നാൽ അവർക്ക് ആർക്കും ഈ എഴുത്ത് വായിപ്പാനോ അർത്ഥം പറഞ്ഞു കൊടുക്കുവാനോ കഴിഞ്ഞില്ല. എന്നാൽ സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയിലും സാമർഥ്യവും സകല ദർശനങ്ങളെക്കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചും വ്യാഖ്യാനമുള്ള ദാനിയേൽ അതിനെ വിശദീകരിച്ച് കൊടുക്കുന്നു. നോക്കുക, സ്തോത്രം. വിഷയത്തിലേക്ക് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 1-ാം അധ്യായമൊക്കെ വായിക്കുക. അതേപോലെ ഒരു സാമ്രാജ്യത്തിൻ്റെ പതനം രാജാവിൻ്റെയും മഹത്തുക്കളുടെയും ഭാര്യമാരുടെയും വെപ്പാട്ടികളുടെയും തലതിരിഞ്ഞ മദ്യപാനം മൂലമായിരുന്നു. ദാനിയേൽ 5-ാം അധ്യായം. യെശയ്യാപ്രവചനം 44:27-28, യെശയ്യാപ്രവചനം 45:1 മുതൽ 3 വരെ. ദാവീദ് രാജാവിൻ്റെ മകൻ അമ്നോൻ വീഞ്ഞു കുടിച്ച് ആനന്ദിച്ചിരിക്കുമ്പോൾ, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആനന്ദിച്ചിരിക്കുമ്പോഴാണ് അബ്ശാലോമിൻ്റെ ദാസന്മാർ അവനെ അടിച്ചു കൊന്നത്. സമൂഹം എഴുതിയ 2-ാം പുസ്തകം 13:28 മുതൽ 29 വരെയുള്ള വാക്യം. അരാം രാജാവ് ബെൻഹത്ത് തൻ്റെ സർവ്വസൈന്യത്തോടുകൂടെ തന്നെ യുദ്ധത്തിൽ സഹായിക്കേണ്ടതിനായി 32 രാജാക്കന്മാർ അവരുടെ കുതിരകളും
രഥങ്ങളുമായി സമരയെ നിരോധിച്ച് അതിനോട് യുദ്ധം ചെയ്യുവാനായി അണിനിരന്നു. എങ്കിലും എങ്കിലും അവിടെ വളരെ ശ്രദ്ധിക്കണമേ, എങ്കിലും താൻ 32 രാജാക്കന്മാരും കൂടെ കൂടി ഒരു മണിപ്പന്തലുണ്ടാക്കി അതിൻ്റെ കീഴിൽ നിന്ന് കുടിച്ചു മത്തരായി തീർന്നതിനാൽ ഇസ്രായേൽ രാജ്യത്തോട് യുദ്ധം ജയിക്കാൻ സാധിക്കാതെ പരാജിതയായി തീരുകയും ചെയ്തു. വലിയ ജയഭേരി മുഴക്കി വന്നവൻ ഇപ്പോൾ കുതിരപ്പുറത്ത് കയറി പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകേണ്ടി വന്നു. രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 20-1 മുതൽ 20 വരെയുള്ള വാക്ക്. രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 20 വരെ. ഇവിടെയും നാം കാണുന്ന പരാജയ കാരണം മദ്യലഹരിയാണ്. ഇസ്രായേൽ രാജാവായിരുന്ന തിർസയിൽ ഇസ്രായേൽ രാജാവായിരുന്ന ഏല തിർസയിൽ രാജധാനി വിചാരകനായ അർസയുടെ വീട്ടിൽ കുടിച്ച് ലഹരി പിടിച്ച് മത്തനായിരിക്കുമ്പോഴാണ് അവൻ്റെ രഥങ്ങളിൽ പകുതിക്ക് അധിപതിയായ സിമ്രി എന്ന അവൻ്റെ ഭൃത്യൻ അവനെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായത്. ഇവിടെയും രാജാവിൻ്റെ നാശത്തിന് കാരണം മദ്യപാനമായിരുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രി വിമാനത്തിൽ വെച്ച് മദ്യപിക്കുകയും തുടർന്ന് എയർ ഹോസ്റ്റസിനോട് അപമര്യാദയായി പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി തൻ്റെ മന്ത്രി കസേര തെറിച്ചുപോയ കാര്യം നാം പത്രത്തിൽ വായിച്ചറിഞ്ഞുവല്ലോ. ചരിത്രം പരിശോധിച്ചാൽ ചില ഭരണകർത്താക്കളിലും നിത്യനിരയിൽ നിന്നവരിൽ പലരും കടപുഴുകി വീണതിൻ്റെ പിന്നിലെ രഹസ്യം മദ്യപാനവും തുടർന്നുള്ള ദുർനടപ്പും ആണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ബൈബിൾ പറയുന്നത് വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത്, മദ്യാശക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്, അവർ കുടിച്ചിട്ട് നിയമം മറന്നു പോകുവാനോ അരിഷ്ടന്മാരുടെ ന്യായം മറിച്ചു കളയുവാനോ ഇടവരരുത്. സദൃശവാക്യം 31:4-5. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനോട് അടിമപ്പെട്ടിരിക്കുന്നു എന്ന്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2:19. പലർക്കും മദ്യപാനം തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിലും പിന്നെയും മദ്യപാനത്തിലേക്ക് വഴുതി വീഴുകയാണ്. കാരണം ഈ മദ്യപാനത്തിൽ നിന്നൊരു മോചനം ഉണ്ടാകട്ടെ. സദൃശവാക്യം 23:29-35 വരെ വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കുക, ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടട്ടെ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊക്കെ എന്തിനാണ് എഴുതിപ്പറക്കി വായിച്ചിരിക്കുന്നതെന്നറിയാം. ഇതൊക്കെ എല്ലാം എഴുതി വെച്ച് നമുക്കൊരു വിടുതൽ, ചില കുടുംബത്തിനെങ്കിലും ഒരു വിടുതൽ ഉണ്ടാകട്ടെ എന്നുള്ള താല്പര്യത്തോടു കൂടെയാണ്. ആയതിനാൽ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അടുത്ത പാർട്ടിലൂടെ നിങ്ങൾ കാണണം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ആൾ.